ഇലക്ട്രോണിക്സ് മെയ്ഡ് സിമ്പിൾ പാർട്ട് 3 ബേസിക് ഇലക്ട്രോണിക്സ് തുടരുന്നു. കപ്പാസിറ്റർ. കപ്പാസിറ്ററുകളെ കണ്ടൻസർ എന്നും അറിയപ്പെടുന്നു. ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ കപ്പാസിറ്ററുകൾ 3 രീതികളിൽ പ്രവർത്തിക്കുന്നു. കപ്പാസിറ്ററുകൾ ഡിസിയുടെ ഒഴുക്കിനെ എതിർക്കുകയും ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ അനുവദിക്കുകയും ചെയ്യുന്നു. ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്ററുകളിൽ ഊർജം സംഭരിക്കുന്നുണ്ട്. ഒരു കപ്പാസിറ്ററിൽ വൈദ്യുതോർജം സംഭരിക്കുന്നതിനുള്ള ശേഷിയെ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നു. കപ്പാസിറ്ററിൻ്റെ മൂല്യം ഫാരഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഫാരഡ് ഒരു വലിയ മൂല്യമായതിനാൽ കപ്പാസിറ്ററുകളുടെ മൂല്യം സൂചിപ്പിക്കാൻ മൈക്രോ ഫാരഡുകളും പൈക്കോ ഫാരഡുകളും ഉപയോഗിക്കുന്നു. രണ്ട് നേർത്ത പാളികളായി ഫിലിമുകൾ ഉപയോഗിച്ച് അവയ്ക്കിടയിൽ ഒരു ഇൻസുലേറ്റർ ഉപയോഗിച്ചാണ് കപ്പാസിറ്ററുകൾ നിർമ്മിക്കുന്നത്. ഫിലിമുകൾക്കിടയിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നു. വായു, പേപ്പർ, മൈക്ക, ഗ്ലാസ്, പ്ലാസ്റ്റിക്, ഓയിൽ എന്നിവ കപ്പാസിറ്ററുകളിൽ ഡൈ ഇലക്ട്രിക് ആയി ഉപയോഗിക്കുന്നു. ബൈപ്പാസ് കപ്പാസിറ്റർ. ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ലോജിക്കിൽ നിന്ന് വ്യത്യാസമായി ചില അധിക സിഗ്നലുകൾ ഉണ്ടാവുന്നുണ്ട്. ശരിയായ പ്രവർത്തനം ലഭിക്കുന്നതിന് ഈ സിഗ്നലുകൾ നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയുള്ള അധിക സിഗ്നലുകൾ നീക്കം ചെയ്യാൻ ബൈപ്പാസ് കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നു. ഫിൽട്ടർ കപ്പാസിറ്റർ. സിസ്റ്റത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിനായി ആവശ്യമായി വരുന്ന DC വോൾട്ടേജുകൾ ശുദ്ധീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇക്കാരണത്തിനായി സർക്യൂട്ടിൽ ഫിൽട്ടർ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നു. ഒരു റെക്ടിഫയർ സിസ്റ്റത്തിൽ ഫിൽട്ടർ കപ്പാസിറ്ററുകൾ സർക്യൂട്ടിൽ നിന്ന് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ തരംഗങ്ങളെ ആഗിരണം ചെയ്ത് DCയുടെ ഒഴുക്ക് സുഗമമാക്കുന്നു. റെക്ടിഫയറിൻ്റെ പ്രവർത്തന രീതികൾ വരും ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. കപ്ലിംഗ് കപ്പാസിറ്റർ. രണ്ട് സർക്യൂട്ടിലുള്ള സിഗ്നലുകൾ തമ്മിലോ ഒരു സർക്യൂട്ടിലെ തന്നെ രണ്ട് ഘട്ടത്തിലെ സിഗ്നലുകൾ തമ്മിലോ യോജിപ്പിക്കാൻ കപ്ലിംഗ് കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നു. ഒരു സർക്യൂട്ടിലെ സിഗ്നലുകൾ അതേ ആവൃത്തിയിൽ തന്നെ മറ്റൊരു ഉപകരണവുമായി കൂട്ടിയോജിപ്പിക്കുന്നതിനും കപ്ലിംഗ് കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നു. ഡയോഡ്. ഡയോഡ് ഒരു സെമി കണ്ടക്ടറാണ്. രണ്ടു തരം മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ചേർത്താണ് ഡയോഡുകൾ നിർമ്മിക്കുന്നത്. ഒരു ദിശയിലേക്കുള്ള വൈദ്യുത പ്രവാഹത്തെ തടയുകയും എതിർ ദിശയിൽ നിന്നുള്ള വൈദ്യുതത്തെ അനുവദിക്കുകയും ചെയ്യുകയാണ് ഡയോഡ് ചെയ്യുന്നത്.
ഡയോഡുകൾ ഒരു സ്വിച്ചുകളായോ അല്ലെങ്കിൽ റെക്ടിഫയറോ ആയി ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നു. സെമി കണ്ടക്ടർ മെറ്റീരിയലുകളായ ജർമേനിയം, സിലിക്കൺ എന്നിവ സാധാരണയായി ഈ ഡയോഡുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഡയോഡുകളുടെ നിർമ്മാണത്തിൽ രണ്ട് തരം മെറ്റീരിയലുകളാണ് ഉപയോഗിക്കുന്നത്. അവയെ പി ടൈപ്പ് എന്നും എൻ ടൈപ്പ് എന്നും പറയപ്പെടുന്നു. ഈ മെറ്റീരിയലുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഭാഗത്തെ ജംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ഈ ജംഗ്ഷനുകളെ പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ എൻ പി ജംഗ്ഷനുകൾ എന്ന് അറിയപ്പെടുന്നു. ഡയോഡുകൾക്ക് പോസിറ്റീവ്, നെഗറ്റീവ് എന്നീ രണ്ട് വശങ്ങളുണ്ട്. സർക്യൂട്ടുകളിൽ ഡയോഡുകൾ ഉപയോഗിക്കുമ്പോൾ ഈ വശങ്ങൾ ശരിയായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഈ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ പോസിറ്റീവ്, നെഗറ്റീവ് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ ട്യൂട്ടോറിയൽ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.